ഡൽഹിയിലെ ശശി തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുക്കം. നടന്നത് ക്രിയാത്മകമായ ചർച്ചയെന്നും 2 മണിക്കൂർ എല്ലാം തുറന്ന് സംസാരിച്ചെന്നും തരൂർ പറഞ്ഞു. നേതൃത്വവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുമെന്നും തരൂർ വ്യക്തമാക്കി. പാർലമെന്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 2 മണിക്കൂറോളം നീണ്ടു. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ 2 പ്രധാന ആവശ്യങ്ങളാണ് തരൂർ മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അസ്വാരസ്യം തുടരുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ MP കൂടിക്കാഴ്ച നടത്തിയത്. 2 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ എല്ലാം തുറന്നു സംസാരിച്ചെന്ന് ശശി തരൂർ പ്രതികരിച്ചു. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. താനും പാർട്ടിയും ഒരേ ദിശയിൽ മുന്നോട്ട് പോകുമെന്നും ശശി തരൂർ പറഞ്ഞു. We had a discussion with my 2 party leaders, the LOP and the Congress president, and we had a very good, constructive, positive discussion. All is good and we are moving together on the same page. I'm frankly not interested in being a candidate for anything at the moment. I'm already an MP. I have the trust of my voters from Thiruvananthapuram. I have to look after their interests in Parliament. That's my job. ക്രിയാത്മകമായ ചർച്ചയാണ് നടത്തിയതെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്നും പാർട്ടിയിലെ ഭിന്നതകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ചിരിയോടെ തള്ളിക്കൊണ്ട് ശശി തരൂർ മറുപടി നൽകി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പാർലമെന്റിലെ ഓഫീസിലായിരുന്നു 2 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ച. ചർച്ചയ്ക്കിടെ തരൂർ 2 പ്രധാന ആവശ്യങ്ങളാണ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചതെന്നാണ് വിവരം. KPCC തന്നെ വിശ്വാസത്തിലെടുക്കണം, ലോക്സഭയിൽ കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നിവയായിരുന്നു തരൂരിന്റെ ആവശ്യങ്ങൾ. ഈ 2 ആവശ്യങ്ങളും അംഗീകരിച്ച രാഹുൽ ചില ആവശ്യങ്ങൾ തരൂരിന് മുന്നിൽ വെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമായി ഉണ്ടാവണം, KPCCയുടെ യോഗങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നിവയായിരുന്നു രാഹുലിന്റെ ആവശ്യങ്ങൾ. ഇക്കാര്യങ്ങൾ തരൂർ സമ്മതിച്ചു. KPCC തന്നെ പൂർണ്ണമായും അവഗണിച്ചെന്ന പരിഭവവും തരൂർ രാഹുലിനെ അറിയിച്ചു. എന്നാൽ ഇനി അത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകിയ രാഹുൽ KPCCക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ KC വേണുഗോപാലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദിയെയും NDA സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്നതിൽ തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം ഉടലെടുത്തിരുന്നു. അടുത്തിടെ കേരളത്തിൽ നടന്ന സുപ്രധാന യോഗങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിന്നത് പാർട്ടി വിടാനുള്ള മുന്നൊരുക്കമാണെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. CPMലേക്ക് പോകാൻ ദുബായിൽ ചർച്ച നടന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ തരൂർ ഈ വാദം തള്ളിയിരുന്നു. പറയാനുള്ളത് പാർട്ടിയിൽ നേരിട്ട് പറയുമെന്നായിരുന്നു വിവാദങ്ങളിൽ തരൂരിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് മലയാളം, ഡൽഹി.